2024 പ്രധാനപ്പെട്ട ദിനങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അറിയാം ഓരോ വ്യക്തിയും എത്രമാത്രം പ്രതിസന്ധികളിലൂടെയും അതുപോലെ സന്തോഷത്തിലൂടെയുമാണ് കടന്നു പോയെന്നുള്ളത്. മനുഷ്യന്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്കൊപ്പം തന്നെ പ്രകൃതി ദുരന്തങ്ങളും ഉരുൾപൊട്ടൽ, പ്രളയം, മഹാമാരി തുടങ്ങി നിരവധി പ്രതിസന്ധികളാണ് ഈ വർഷം നേരിടേണ്ടി വന്നത്. വരാനുള്ള പുതിയ വർഷത്തെ വളരെയധികം പ്രതീക്ഷയോടെയാണ് നാം വരവേൽക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് സോഷ്യൽ മീഡിയയിലടക്കം വൈറലാവുന്നത് ഫ്രഞ്ച് ജ്യോതിഷനും തത്വചിന്തകനുമായ നോസ്ട്രാഡമസിന്റെ പ്രവചനങ്ങൾ. അദ്ദേഹം 1500കളിൽ ജീവിച്ചിരുന്ന ഒരു ഫ്രഞ്ച് ജ്യോതിഷനും വിശ്വഗുരുവുമാണ്. അഡോൾഫ് ഹിറ്റ്ലറുടെ അധികാരത്തിലേക്കുള്ള വളർച്ച, സെപ്റ്റംബർ 11 ആക്രമണം, COVID-19 തുടങ്ങിയ ആധുനിക കാലഘട്ടത്തിലെ ചില സംഭവങ്ങളെല്ലാം തന്നെ അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 1555 പുറത്തു വന്ന അദ്ദേഹത്തിന്റെ ലെസ് പ്രൊഫറ്റീസ് എന്ന പുസ്തകത്തിലായിരുന്നു വരാനിരിക്കുന്ന വർഷങ്ങളിലെല്ലാം തന്നെ ലോകത്ത് നടക്കാൻ പോകുന്ന 1000ഓളം പ്രവചനങ്ങൾ അദ്ദേഹം പറഞ്ഞത്. ഈ പുസ്തകത്തിൽ പ്രധാനമായും ഉള്ളത് 942 പ്രവചനങ്ങളാണ്. കൂടാതെ 10 രൂപത്തിലാണ് അദ്ദേഹം തന്റെ പ്രവചനങ്ങളെല്ലാം തന്നെ വെളിപ്പെടുത്തുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും സംഭവിച്ചതോടെ അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ പലരും വിശ്വസിക്കാൻ തുടങ്ങി. ഹിറ്റ്ലറിന്റെ ഏകാധിപത്യ ഭരണത്തെക്കുറിച്ചും ജോൺ കെന്നഡിയുടെ വധത്തെക്കുറിച്ചും കൂടാതെ സെപ്റ്റംബർ 11 ഭീകര ആക്രമണത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ കൂടി പ്രവചിച്ചിരുന്നു. ഇപ്പോഴത്തെ 2025ലേക്കുള്ള അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. വരാനിരിക്കുന്ന വർഷത്തിൽ ചിഹ്നഗ്രഹങ്ങളുടെ കൂട്ടയിടി മുതൽ പ്ലേഗ് പോലുള്ള പകർച്ചവ്യാധികൾ ലോകത്തിൽ പൊട്ടിപ്പുറപ്പെടുമെന്ന് തുടങ്ങി ആശങ്കാജനകമായ പ്രവചനങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ലോകത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധം തുടരുമെന്നും എന്നാൽ 2025 ഏറെ നാളായി തുടരുന്ന ഒരു സംഘർഷത്തിന്റെ അവസാനത്തിനും സാക്ഷ്യം വഹിക്കുമെന്നും അദ്ദേഹത്തിന്റെ പ്രവചനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ നീണ്ട യുദ്ധം കൊണ്ട് സൈനികർ ക്ഷീണിതരാകുമെന്നും യുദ്ധങ്ങൾക്കുള്ള പണം കണ്ടെത്താൻ കഴിയാതെ വരുമെന്നുമാണ് അദ്ദേഹം നടത്തിയ പ്രവചനം. മറ്റൊരു ശ്രദ്ധേയമായ പ്രവചനം എന്തെന്നാൽ 2025 ഇംഗ്ലണ്ടിൽ അതിമാരകമായ ഒരു മഹാമാരി പടർന്നു പിടിക്കുമെന്നതാണ്. ഭൂമിക്ക് അഭിമുഖമായി ഒരു ഭീകരമായ ചിഹ്നഗ്രഹം എത്തുമെന്നും അവ തമ്മിലുള്ള കൂട്ടിയിടിക്കുള്ള സാധ്യത വലുതാണെന്നും അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട്. പക്ഷേ ഭൂമിക്ക് അഭിമുഖമായി ചിഹ്നഗ്രഹങ്ങൾ വരുന്നത് ആശങ്ക വേണ്ടെന്നാണ് ഗവേഷകർ പ്രധാനമായും പറയുന്നത്. അതിനുള്ള പ്രധാന കാരണം ഓരോ വർഷവും നിരവധി ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയെ മറികടന്ന് പോകുന്നുണ്ട്. മാത്രമല്ല ഇവയെല്ലാം തന്നെ ഭൂമിയിൽ നിന്നും സുരക്ഷിതമായി അകലം പാലിച്ചാണ് കടന്നു പോകുന്നത്. അദ്ദേഹം നടത്തിയ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നവർ നിരവധിയാണ്. ബ്രസീലിൽ അടുത്ത വർഷം ഗുരുതരമായ വെള്ളപ്പൊക്കവും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഉണ്ടായേക്കാമെന്നും പ്രവചനമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമാകും ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ പ്രധാനമായും ഉണ്ടാവുകയെന്നും പ്രവചനത്തിൽ പറയുന്നു. 1503 ഡിസംബർ 14 ഇദ്ദേഹത്തിന്റെ ജനനമെന്നും ഇതല്ല ഡിസംബർ 21 തരത്തിൽ രണ്ട് അഭിപ്രായങ്ങളാണ് അദ്ദേഹത്തിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അഭിപ്രായങ്ങൾ. ഇദ്ദേഹത്തിന്റെ ജനനസ്ഥലം എന്ന് വിശ്വസിക്കപ്പെടുന്ന കെട്ടിടം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. തന്റെ 15ാം വയസ്സിൽ അദ്ദേഹം സർവകലാശാലയിൽ പ്രവേശനം നേടുകയും ജ്യോതിഷം, ഗണിതശാസ്ത്രം, വ്യാകരണം എന്നീ വിഷയങ്ങളിൽ അറിവ് നേടുകയും ചെയ്തിരുന്നു. കൂടാതെ ഇറ്റലിയിലേക്കുള്ള ഒരു യാത്രയ്ക്കിടെ അദ്ദേഹം നിഗൂഢ ശാസ്ത്രത്തിലേക്ക് കൂടുതൽ അടുത്തിരുന്നു. ജ്യോതിശാസ്ത്രപരമായ കണക്കുകൂട്ടലുകളിലൂടെ ആ വിവരങ്ങളെല്ലാം തന്നെ അദ്ദേഹം പ്രവചനങ്ങളായി രേഖപ്പെടുത്താൻ തുടങ്ങി. 1566 അദ്ദേഹത്തിന്റെ കാലുകളിൽ ശക്തമായ നീർവീക്കമുണ്ടായിരുന്നു. ഈ രോഗം അദ്ദേഹത്തിന്റെ ചലനശേഷിയെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം മരണത്തിന്റെ തലേ ദിവസം അദ്ദേഹം താൻ അടുത്ത ദിവസം സൂര്യോദയം കാണില്ലെന്ന് പറഞ്ഞതായി പറയപ്പെടുന്നു. 1566 ജൂലൈ 2 അർദ്ധരാത്രി അദ്ദേഹം മരിക്കുകയായിരുന്നു. സെലേനിലെ ഫ്രാൻസിസ്കർ പള്ളിയിലാണ് അദ്ദേഹത്തിനെ അടക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശവകുടീരം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുമുണ്ട്.